നമ്മൾ ഇന്ന് in the last class house property problems ചെയ്ത മൊഡ്യൂൾ അവസാനിച്ചു. ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. മൊഡ്യൂൾ 4 പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഒരു അസസിയുടെ മൂന്നാമത്തെ ഹെഡ്സ് ഓഫ് ഇൻകം ആണ് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ ആദ്യം തന്നെ സാലറി ഹെഡ് പഠിച്ചു. അവിടെ സാലറി ഹെഡിൽ നമ്മളൊരു കാര്യം പ്രത്യേകം പറഞ്ഞു, എംപ്ലോയി റിലേഷൻഷിപ്പിൽ കിട്ടുന്നത് മാത്രമേ സാലറി ഹെഡിൽ ടാക്സിബിൾ ആക്കാവുള്ളൂ. മറ്റൊരാളുടെ നിന്നാണ് കിട്ടണമെങ്കിൽ അത് ആ ഹെഡിൽ ടാക്സിബിൾ ആവില്ല എന്ന് കണ്ടു. രണ്ടാമത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, നമ്മുടെ ഓണർഷിപ്പിലുള്ള പ്രോപ്പർട്ടി മറ്റൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വാടക നമ്മൾ കണ്ടു. ഇനി മൂന്നാമത്തെ ഹെഡ് എന്ന് പറയുന്നത് ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. നമ്മൾ സ്വന്തമായിട്ട് ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ നടത്തിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം, പ്രോഫിറ്റ് ഓർ ഗെയിൻസ്, അതിന് നമ്മൾക്ക് ഈ ഹെഡിൽ എങ്ങനെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ട് പഠിക്കുന്നത്, അത് പ്രോബ്ലം എടുക്കുമ്പോൾ മിസ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ഈ ഹെഡിൽ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് അക്കൗണ്ടിങ് പ്രകാരം, അക്കൗണ്ടിങ്ങിന്റെ റൂള് പ്രകാരം ഒരു അസസി അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഒരുപാട് ഐറ്റംസ് ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഐറ്റംസ് ക്രെഡിറ്റ് സൈഡിൽ അയാൾ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. അപ്പൊ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് പ്രകാരം ബിസിനസ് ആൻഡ് ബിസിനസ് മാൻ ഈസ് ഡിഫറെന്റ് അല്ലേ. രണ്ട് കോൺസെപ്റ്റ് ആണ്, രണ്ട് ലീഗൽ എൻറ്റിറ്റി ആണ്. അതുകൊണ്ട് തന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റല് അല്ലെങ്കിൽ സാലറി ഓഫ് ദ പ്രൊപ്രൈറ്റർ, ഇതൊക്കെ നമ്മൾ അക്കൗണ്ടിങ് നിയമപ്രകാരം അയാളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടോ. സാലറി ഓഫ് പ്രൊപ്രൈറ്റർ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നൊക്കെ. ബട്ട് ആസ് പെർ ദ ഇൻകം ടാക്സ് അതോറിറ്റീസ് ആർ കൺസേൺ, ദീസ് ആർ നോട്ട് അലൗഡ്. എൻ്റെ സ്ഥാപനത്തിൽ നിന്ന്, എൻ്റെ സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ഞാൻ മാസം സാലറി എന്ന് പറഞ്ഞൊരു ഐറ്റം എഴുതിയെടുക്കുന്നുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവന്ന മുതലിന് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സ്പെൻസ്, ഔട്ട്സൈഡിലേക്ക് പോകുന്ന എക്സ്പെൻസുകൾ മാത്രമേ, തേർഡ് പാർട്ടിക്ക് പോകുന്ന എക്സ്പെൻസുകൾ മാത്രമേ ഇൻകം ടാക്സ് വരെ അനുവദിക്കുള്ളൂ. ഇപ്പം നമ്മൾ ഒരു ബിസിനസ്സുകാരൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നാൽ അതിൽ നിന്ന് ഏതൊക്കെ ആസ് പെർ ഇൻകം ടാക്സ് നമുക്ക് എക്സ്പെൻസ് ഡിഡക്ട് ചെയ്യാം, ഏതൊക്കെ ഇൻകം ടാക്സ് ഡിസലോ ചെയ്യും, ഇതാണ് നമ്മൾ ഈ ഹെഡിൽ പഠിക്കുന്നത്. അങ്ങനെ ഒരു ആസ് പെർ ഇൻകം ടാക്സ് കോൺസെപ്റ്റ്, വാട്ട് ഈസ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് എ ബിസിനസ് മാൻ ഓർ പ്രൊഫഷൻ, അവിടെ നമുക്ക് കാണാം. സോ ബിഫോർ ഗോയിങ് ടു ദി ചാപ്റ്റർ, ഫസ്റ്റ് ഐ ഇൻട്രൊഡ്യൂസ് ദ സിലബസ്. Profit and gains from business or profession and definition of the terms business, profession, then computation of income, allowable expenses and non-allowable expenses, നമുക്ക് അനുവദിക്കാവുന്ന എക്സ്പെൻസും അനുവദിക്കാൻ പാടില്ലാത്തതും, ജനറൽ ഡിഡക്ഷൻസ്, ഒരു ബിസിനസ്സുകാരൻ അയാളുടെ ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് അനുവദിക്കാവുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്, പ്രൊവിഷൻസ് റിലേറ്റിംഗ് ടു ഡിപ്രീസിയേഷൻ, ബിസിനസ് നടത്തുന്ന വ്യക്തിയാവുമ്പോൾ അയാൾക്ക് ഓഫീസ് ഫർണിച്ചറുകൾ ഉണ്ടാവും, ബിൽഡിംഗ് ഉണ്ടാവും, പ്രെമിസസ് ഉണ്ടാവും, പിന്നെന്താ മെഷീനറി ഉണ്ടാവും, പ്ലാന്റ് ഉണ്ടാവും, ഇതിനൊക്കെ ഡിപ്രീസിയേഷൻ എങ്ങനെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അക്കോർഡിംഗ് ടു അക്കൗണ്ടിങ് കോൺസെപ്റ്റ് അവർ ഡിഫറെൻ്റ് ആണ്, ഓരോ കമ്പനിയും ഡിഫറെൻറ്റ് രീതിയിലാണ് ഡിപ്രീസിയേഷൻ കാണുന്നത്. ബട്ട് ആസ് പെർ ഇൻകം ടാക്സ് ദർ ഇസ് എ യൂണിഫോം പ്രൊസീജിയർ ഫോർ കാൽക്കുലേറ്റിംഗ് ഡിപ്രീസിയേഷൻ. അപ്പോൾ അതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് ഈസ്, നമുക്ക് ഈ ഡെഫിനേഷനിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ഹെഡിലെ ചാർജബിലിറ്റി എന്ന് പറയുന്നത്, ദിസ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹെഡ് ഫോർ ജനറേറ്റിംഗ് ഇൻകം ഫോർ ഗവൺമെന്റിന് ടാക്സബിൾ ഇൻകം കിട്ടുന്ന ഏറ്റവും വലിയൊരു ഹെഡാണ് ഇത്, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇനി എനി പ്രോഫിറ്റ് ഓർ ഗെയിൻസ് അറൈസിംഗ് ഫ്രം ദ എനി ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by the assessee in the relevant previous year is taxable under this head. ഈ ഒരു ഹെഡിന്റെ ഡെഫിനേഷൻ ആണ് മിസ് പറഞ്ഞേ, എനി പ്രോഫിറ്റ് ഓർ ഗെയിൻ അറൈസിംഗ് ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by the assessee during the previous year. അപ്പൊ നമുക്ക് ആ ഒരു ഒറ്റ ഡെഫിനേഷൻ സെന്റൻസിൽ നിന്ന് തന്നെ 3 ടേംസ് പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ബിസിനസ്, സെക്കൻഡ് വാട്ട് ഈസ് പ്രൊഫഷൻ. ഇത് രണ്ടും യൂണിവേഴ്സിറ്റി 2 മാർക്കിന് ചോദിക്കാവുന്നതാണ് കേട്ടോ. വാട്ട് ഈസ് ബിസിനസ്, വാട്ട് ഈസ് പ്രൊഫഷൻ. പിന്നെയോ വാട്ട് ഡു യു മീൻ ബൈ പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ്, എന്താണ് പ്രോഫിറ്റ്, എന്താണ് ഗെയിൻസ്.
പിന്നെ അസസി ക്യാരി ഓൺ ചെയ്തതായിരിക്കണം, പ്രീവിയസ് ഇയറിലായിരിക്കണം ബിസിനസ് നടത്തുന്നത്. ഇത്രയാണ് ആ ഒരു ഡെഫിനേഷൻ നമ്മൾ കാണുന്നത്. എനി പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഡിറൈവ്ഡ് ഫ്രം എനി ബിസിനസ് ഓർ പ്രൊഫഷൻ carried on by the assessee during the previous year. So first, what is a business? എന്താണ് ബിസിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാം. വാട്ട് ഈസ് ബിസിനസ്? എ ബിസിനസ് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് ഗുഡ്സ് ഫോർ ദ പർപ്പസ് ഓഫ് ഏണിംഗ് പ്രോഫിറ്റ്. ലാഭം ഉണ്ടാക്കാന്നുള്ള ഉദ്ദേശത്തോടെ ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന എനി ഇക്കണോമിക് ആക്ടിവിറ്റി, ആ ഇക്കണോമിക് ആക്ടിവിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കണേ? ബിസിനസ് എന്ന് പറയണേ. അപ്പൊ ബിസിനസ് എന്ന് വിളിക്കണമെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്ന് പറയുന്നത് എന്താണ്? ഫോർ ഏർണിംഗ് പ്രോഫിറ്റ് ആയിരിക്കണം. അതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഏൺ ചെയ്യാന്നുള്ളതായിരിക്കണം. ഇത്രയും കൂടി ഇതിൽ പറഞ്ഞ ഡെഫിനേഷൻ ആയിട്ട് പറഞ്ഞാൽ എനി ട്രേഡ്, കൊമേഴ്സ്, manufacture or any adventure in the nature of trade, commerce or manufacture. അതിനെയാണ് നമ്മൾ ബിസിനസ് എന്ന് പറയണേ. എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്. ഇനി സെക്കൻഡ് വൺ ഈസ് പ്രൊഫഷൻ. പ്രൊഫഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ occupation requires intellectual skill and manual skill of the operator. അത് ചെയ്യുന്ന വ്യക്തിയുടെ ബുദ്ധിപരമായിട്ടുള്ള കഴിവും വേണം, അതോടൊപ്പം തന്നെ മാനുവൽ സ്കിൽ, അയാളുടെ സ്വന്തമായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും വേണം. അങ്ങനെ നിർബന്ധമുള്ള ജോലികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കിട്ടിയ അറിവ് വേണം. ആ അറിവിനോടൊപ്പം അത് മാത്രം പോരാ. ടു ഗെറ്റ് എ പ്രൊഫഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് ഇസ് മസ്റ്റ്. എന്ത് വേണം? ബിസിനസ്സുകാരനാവാൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് വേണമെന്നില്ല. ബിസിനസ് നടത്തിയുള്ള അനുഭവവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇത് മതി, എക്സ്പീരിയൻസ്, അതിലൊരു കഴിവും ഇഷ്ടം ഉണ്ടായാൽ മതി. പക്ഷേ ഒരു പ്രൊഫഷൻ എന്ന് വിളിക്കണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ നോളജ് ഈസ് മസ്റ്റ്. എക്സാമ്പിൾ ലോയർ, ഡോക്ടർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എക്സെട്ര. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ ആവണമെങ്കിൽ MBBS പാസ്സാവണം. മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് MBBS പാസ്സാവണം. ഇനി അതാണ് മിസ് പറഞ്ഞ ഇന്റലക്ച്വൽ സ്കില്ല്. പക്ഷേ റാങ്കോട് കൂടിയ ഒരു MBBS പാസ്സായ ഒരു ഡോക്ടർ മതിയോ? ഓപ്പറേഷൻ ചെയ്യാൻ കൈവരച്ച പോയില്ലേ? സോ അതോടൊപ്പം ആളുടെ ഒരു മാനുവൽ സ്കില്ലും കൂടെ ഒരു പ്രൊഫഷൻ വേണമെങ്കിൽ ശരിയാവണമെങ്കിൽ വേണം, അല്ലേ? സോ ദിസ് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഇടയ്ക്ക് കിടക്കാം. ഈ ഒരു ചാപ്റ്ററിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ല, എന്താണ് ചാർജബിലിറ്റി? ചാർജിങ് സെക്ഷൻ ആണ് ഇനി കാണുന്നത്. ചാർജിങ് പ്രൊവിഷൻസ് സെക്ഷൻ 28 ആണ് ബിസിനസ് ഹെഡിലെ പ്രത്യേകതകൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് വൺ, ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷൻ. ഈ ഹെഡിൽ ടാക്സബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഇൻകം എങ്ങനെ കിട്ടിയതായിരിക്കണം? ഒരു ബിസിനസ്സോ പ്രൊഫഷനോ കണ്ടക്ട് ചെയ്തിട്ട് കിട്ടിയതായിരിക്കണം. രണ്ട്, ബിസിനസ് carried on by the assessee himself. In order to make an income taxable under business or profession, that business or profession must be carried on by the assessee. ആര് നടത്തിയതായിരിക്കണം? അയാൾ ആ അസസി ആയിട്ട് ആയിരിക്കണം ബിസിനസ്സും പ്രൊഫഷനും കണ്ടക്ട് ചെയ്യുന്നത്. തേർഡ് വൺ ഈസ് ബിസിനസ് carried on during the previous year. നമ്മൾക്കിപ്പോൾ ടാക്സബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ആ ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴായിരിക്കണം? പ്രീവിയസ് ഇയറിൽ ആയിരിക്കണം. ഇനി നെക്സ്റ്റ് ടോപ്പിക് കോമ്പൻസേഷൻ. കോമ്പൻസേഷനിൽ പറയുന്നത് ഒരു ഇന്ത്യൻ കമ്പനിയിലെ മാനേജിങ് പാർട്ട്ണറോ മാനേജിങ് ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഫോറിൻ കമ്പനിയായിട്ടോ അവരുടെ ഏജൻസി സർവീസ് ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ ടെർമിനേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഒരു ലംസം എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? കോമ്പൻസേഷൻ കിട്ടും. അങ്ങനെ കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ that compensation can be treated as business or business income and taxable under this head. Any compensation received on termination of agency of an Indian company or foreign company, that lump sum amount of compensation received will be treated as business income and taxable under this head. This head line taxable ആക്കുകയും ചെയ്യും. Okay. The next is the income of a trade association. എന്താണ് trade association എന്ന് പറഞ്ഞാൽ? This is a non-profit voluntary association of business competitors operating in the same line of business aimed to protect the interest of its members.
ബിസിനസ് ഫീൽഡിൽ നിലനിൽക്കുന്ന ബിസിനസ്സുകാരുടെ ഒരു കൂട്ടാണ് ട്രേഡ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ. അത് നോൺ പ്രോഫിറ്റ് വോളണ്ടറി അസോസിയേഷൻ ആണ്. അവരുടെ മെമ്പേഴ്സിന്റെ, അതായത് ബിസിനസ്സുകാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രേഡ് അസോസിയേഷനുകളുടെ എയിം എന്ന് പറയുന്നത്. സോ ഇഫ് ദർ ഇസ് എനി ഇൻകം ഡിറൈവ്ഡ് ഫ്രം സച്ച് ട്രേഡ് അസോസിയേഷൻ ഫ്രം സ്പെസിഫിക് സർവീസസ് പ്രൊവൈഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ആസ് കൺസിഡേർഡ് ആസ് ബിസിനസ് ഇൻകം ആൻഡ് ടാക്സബിൾ അണ്ടർ ദിസ് ഹെഡ്. അവരുടെ മെമ്പേഴ്സിന് എന്തെങ്കിലും സ്പെസിഫിക് സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഈ ട്രേഡ് അസോസിയേഷനുകൾക്ക് എന്തെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ that income will be taxable under business head. The next point is cash assistance. Profit on sale of license. Profit on sale of license. In case any license granted under the Imports Order or Export Act. Export Act പ്രകാരോ ഇമ്പോർട്ട് ഓർഡർ പ്രകാരോ നമ്മുടെ അസസിക്ക് ഏതെങ്കിലും ലൈസൻസ് ഗ്രാൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ലൈസൻസ് വിറ്റിട്ട് അയാൾക്ക് കിട്ടുന്ന ഇൻകം എന്തായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ? ബിസിനസ് ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ബിസിനസ് ഹെഡിൽ ടാക്സബിൾ ആക്കും. The next is cash assistance. In case any subsidy is received by a person against export under the scheme of Government of India. നമ്മുടെ അസസി എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ എക്സ്പോർട്ട് ബിസിനസ് ചെയ്യുന്നതിൽ നിന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഏതെങ്കിലും സ്കീം പ്രകാരം ഏതെങ്കിലും രീതിയിലുള്ള സബ്സിഡി ഓർ ക്യാഷ് അസിസ്റ്റൻസ് കിട്ടുന്നുണ്ടെങ്കിൽ that cash assistance can be treated as business income and taxable under business head. The next is any duty of custom or excise. Repayment of any customs or excise duty to any person against export. Export customs duty or export duty or ആർക്കെല്ലാം റീപേയ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അസസിക്ക് അതിന്റെ റീഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ബിസിനസ് ഹെഡിൽ ടാക്സബിൾ ആക്കുകയും ചെയ്യും. നെക്സ്റ്റ് പോയിന്റ് ഈസ് പ്രോഫിറ്റ് ഫ്രം ഇല്ലീഗൽ ബിസിനസ്. ബിസിനസ് വെദർ ഇറ്റ് ഈസ് ലീഗൽ ഓർ ഇല്ലീഗൽ, any income derived from illegal business also taxable under business head. ഇൻകം ടാക്സ് അതോറിറ്റീസിന് ബിസിനസ് ലീഗൽ ആണോ ഇല്ലീഗൽ ആണോ എന്ന് അറിയണ്ട. എന്ത് ബിസിനസ് ആണെങ്കിലും അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബിസിനസ് ഹെഡിൽ ടാക്സബിൾ ആണ്. The next is value of any benefit or perquisite. എന്താണ്? ബിസിനസ്സോ പ്രൊഫഷനോ ക്യാരി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏതെങ്കിലും രീതിയിലുള്ള പെർക്വിസിറ്റോ അല്ലെങ്കിൽ ബെനിഫിറ്റ്സോ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ബെനിഫിറ്റിന്റെ വാല്യൂ ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുക. ബിസിനസ് കിട്ടുമ്പോൾ നമ്മൾ ഓർഡർ പിടിക്കാനോ വലിയ വലിയ കമ്പനികളായിട്ട് ഓർഡർ സൈൻ ചെയ്യാനോ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ബെനിഫിറ്റോ പെർക്വിസിറ്റോ റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? ബിസിനസ് ഇൻകം ആയിട്ട് തന്നെ ട്രീറ്റ് ചെയ്യും. Next is salary, bonus, interest, commission or any remuneration received by a partner from a partnership firm is taxable under business head. Salary head പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പാർട്ട്ണർഷിപ്പ് ഫേമിലെ പാർട്ട്ണർക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എംപ്ലോയർ റിലേഷൻഷിപ്പ് ഇല്ലാത്തത് കൊണ്ട് സാലറി ഹെഡിൽ ടാക്സബിൾ ആവില്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെ ഒരു ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ടാക്സബിൾ ആവുക? ഇൻകം ഫ്രം ബിസിനസ് ഓർ പ്രൊഫഷനില് അത് വാട്ട് എവർ നെയിം കോൾഡ്, എന്ത് പേരിട്ട് വിളിച്ചോട്ടെ, സാലറി ആവാം, ബോണസ് ആവാം, ഇൻട്രസ്റ്റ് ആവാം, ഫീസ് ആവാം, കമ്മീഷൻ ആവാം, or any remuneration received by a partner from a partnership firm is taxable under business or profession. The last one is speculation business. എന്ന് പറഞ്ഞാൽ എന്താ? ഊഹ കച്ചവടം അല്ലെ. ആക്ച്വലി ദിസ് ബിസിനസ് ഈസ് ഇല്ലീഗൽ. നമുക്കറിയാം സ്പെക്കുലേഷൻ ബിസിനസ് എന്ന് പറയുമ്പോൾ വില കുറയും എന്ന ഒരു സാധനത്തിന്റെ വില കുറയുമ്പോൾ നമ്മൾ ഒരുപാട് വാങ്ങി അത് എടുത്തു വെക്കും. അതിന്റെ വാല്യൂ മാർക്കറ്റിൽ അത് ഒരു ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി അപ്പോൾ മാർക്കറ്റിൽ വരും ആ സാധനത്തിന്. അപ്പൊ അതിന്റെ വില ഓട്ടോമാറ്റിക്കലി കൂടും, നമ്മൾ ഒരുമിച്ച് അത് വിൽക്കും. അങ്ങനെ സ്പെക്കുലേഷൻ ബിസിനസ് നടത്തേണ്ട ഷെയർ മാർക്കറ്റിലാണ് ഏറ്റവും കൂടുതൽ സ്പെക്കുലേഷൻ ബിസിനസ്സുകൾ നടക്കണേ. അത് ഇല്ലീഗൽ ആണ്. എന്നാലും വെദർ ഇറ്റ് ഈസ് ലീഗൽ ഓർ ഇല്ലീഗൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഏതായിട്ടാണ് ട്രീറ്റ് ചെയ്യുക? ബിസിനസ് ഇൻകം ആയിട്ടാണ് ട്രീറ്റ് ചെയ്യണേ. ബിസിനസ് ഹെഡില് ടാക്സബിൾ ആവും. മനസ്സിലായോ? സോ ഇത്ര അറിഞ്ഞാലാണ് നമുക്ക് ഈ ബിസിനസ് ഹെഡിലേക്ക് അതിന്റെ ചാർജിങ് പ്രൊവിഷൻസും അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ് അലോവബിൾ എക്സ്പെൻസ് ഏതൊക്കെയാണ് ഡിസലൗഡ് എക്സ്പെൻസ് എന്ന് കാണാൻ പറ്റുള്ളൂ.